നാടോടി കഥകൾ പോലെ സുന്ദരമായ ഒരു കഥ, എവിടെയും ഇല്ലാതിരുന്ന ഒരു പേര് ഇന്ന് ഏറ്റവും പ്രധാന പേരായി മാറിയ ഒരു കഥ. അതെ, അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നവരാണ് സൂപ്പർ ഹീറോസ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അവസരം കൃത്യമായി ഉപയോഗിച്ച ഒരാളുടെ കഥ തന്നെയാണ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യെസ്, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം കൂടി കഴിഞ്ഞതോടുകൂടി ഈ ഒരു പേര് കൂടുതൽ ആവേശത്തോടു കൂടി ഓരോ ക്രിക്കറ്റ് ആരാധകരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇഷാൻ കിഷൻ കഴിഞ്ഞ ഡിസംബർ വരെ 2025 ഡിസംബർ വരെ ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു പേരായിരുന്നു. ഇഷാൻ കിഷനെ പരിഗണിക്കുമെന്നതിനെ കുറിച്ചിട്ട് ഒരു വിധത്തിലുള്ള ഉറപ്പുകളുമില്ലായിരുന്നു. പക്ഷേ സായിദ് മുസ്തഫ അലി ടൂർണമെന്റിൽ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച വെട്ടിക്കെട്ട് പ്രകടനങ്ങളോടുകൂടി ഇഷാൻ കിഷൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരൊറ്റ മാറ്റം കൊണ്ട് കംപ്ലീറ്റ്ലി ടീമിന്റെ ആ ഒരു സ്ട്രക്ചറെ മാറി മറിയുകയായിരുന്നു. കാരണം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ഓപ്പണറായിട്ട് സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തുകയും ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടും മുൻനിര ബാറ്റ്സ്മാനായിട്ടും ഇഷാൻ കിഷൻ ടീമിലേക്ക് എത്തുമ്പോഴും ഒരിക്കലും പ്ലേയിങ് ഇലവനിലേക്ക് ഇഷാൻ കിഷന്റെ സ്ഥാനം ഉറപ്പേ അല്ലായിരുന്നു. പക്ഷേ ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പര എല്ലാം മാറ്റി എഴുതി. സഞ്ജു സാംസൺ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരുന്ന അതേ സമയത്ത് തന്നെ ഇഷാൻ കിഷൻ കൃത്യമായ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. തന്റെ ലൈഫിലെ ഏറ്റവും കിടിലൻ ഫോമിൽ ന്യൂസിലൻഡ് ബൗളർമാർക്കെതിരെ കൃത്യമായ പ്രകടനങ്ങൾ ഇഷാൻ കിഷൻ മുൻനിരയിൽ കിട്ടിയ അവസരങ്ങളിൽ ഉപയോഗപ്പെടുത്തി. അതോടുകൂടി ഇഷാൻ കിഷന്റെ കാലം തെളിഞ്ഞു. അവസരങ്ങൾ കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായിട്ട് ഇഷാൻ മുന്നോട്ട് കുതിക്കുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള ആ ഒരൊറ്റ ഇന്നിംഗ്സ് തന്റെ ആത്മധൈര്യം കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. അത്രയ്ക്കും പ്രഷർ സാധ്യതയുള്ള ഒരു മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായെങ്കിൽ പോലും പാകിസ്ഥാൻ ബൗളർമാർക്ക് നേരെ അക്രമം അഴിച്ചുവിടാൻ കാണിച്ച ആ ഒരു മൈൻഡ് സെറ്റിനാണ് കയ്യടി കൊടുക്കുന്നത്. നിലവിൽ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായിട്ട് ഇഷാൻ കിഷന്റെ യാത്ര തുടരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഉണ്ട്. T20 വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ പോലും നിലവിലും ഇഷാൻ കിഷൻ എന്ന് പറയുന്ന പേര് തെളിഞ്ഞിട്ടില്ല. യെസ്, എന്നിട്ടും വെടിക്കെട്ട് പ്രകടനത്തോടുകൂടി തൻ്റെ പേര് അടയാളപ്പെടുത്താനുള്ള ആ ഒരു യാത്ര ഇഷാൻ തുടരുകയാണ്. ലൈഫ് അങ്ങനെയാണ് ഭായ്. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് രാജാവ്.